ബ്രീത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ശ്വാസം വലിക്കുക. നമ്മൾ ശ്വാസം എടുക്കുന്നതിനെയോ അല്ലെങ്കിൽ വിടുന്നതിനോ ഇൻഹെയിൽ അല്ലെങ്കിൽ എക്സെയിൽ ചെയ്യുന്നതിനാണ് ബ്രീത്ത് എന്ന് പറയുന്നത്. ദാറ്റ്സ് എ വെർബ്. ഓക്കെ, സോ റിമെമ്പർ ടു ബ്രീത്ത് സ്ലോലി. മെല്ലെ ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത്. ഓക്കെ, ഇതിന് ബ്രീത്ത് എന്ന് നമ്മൾ പറയും. അപ്പൊ റെസ്പിറേഷൻ എന്താ? റെസ്പിറേഷൻ ഇതന്നെയല്ലേ? ഐ ഡോണ്ട് നോ. എനിക്ക് പെട്ടെന്ന് ഓർമ്മയപ്പോ ഞാൻ ചോദിച്ചത്. നോസിലൂടെ എനിക്കറിയില്ല. റെസ്പിറേഷൻ അതും ഇത്. യു ആർ എ മെഡിക്കൽ സ്റ്റുഡന്റ്. ഐ ആം എ മെഡിക്കൽ സ്റ്റുഡന്റ് ബട്ട് ബ്രീതിങ് ആൻഡ് റെസ്പിറേഷന്റെ വ്യത്യാസം എന്താ? ബ്രീതിങ് ഈസ് ജസ്റ്റ്, ഇതൊന്നും എന്നെ കോളേജിൽ പഠിപ്പിച്ചില്ല. respiration is the whole process where you inhale your air, it goes to the lungs and oxygen gets back, പിന്നെ കാർബൺ ഡയോക്സൈഡ് തിരിച്ച് പുറത്തേക്ക് വരുന്ന ആ പ്രോസസ്സിനെയാണ് റെസ്പിറേഷൻ എന്ന് പറയാം കേട്ടോ. ഇത് വെച്ച് നമ്മുടെ ടോപ്പിക് ഇതല്ലായിരുന്നു, പെട്ടെന്ന് ആലോചിച്ചപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ബ്രീത് എന്നുള്ളത് verb ആണ്. അപ്പൊ ശ്വാസം അതിനെന്താ പറയാ? ബ്രെത്ത്. ബ്രെത്ത്, ദാറ്റ് ഇസ് ഒരു ഇ എക്സ്ട്രാ ഉണ്ട് ബ്രീതിന്. മറ്റേത് ബ്രെത്ത് ആണ്. ഓക്കെ, അപ്പം ഹീ ടുക്ക് എ ഡീപ് ബ്രെത്ത്, അതായത് വലിയൊരു നീണ്ട ശ്വാസം അവൻ എടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് നൗൺ ആണ്, മറ്റേത് വേർബ് ആയിരുന്നു. ഓക്കെ, അതേപോലത്തെ ഒരു വേർഡാണ് ദാനും ദെന്നും. ദാൻ എന്താ? ദാനും ദെന്നും. ദാൻ ഇപ്പൊ യൂസ് ചെയ്യാ, യൂസ് ഫോർ കമ്പാരിസൺ. അയ്യോ, than her brother. Okay, she's taller than her brother. Then എന്ന് പറഞ്ഞാലോ പിന്നെ refers to a time. Okay, we went to the park and then to the museum. Okay, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഷേബാൻ ആണ് നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഷേബാൻ അവനേക്കാൾ നന്നായിട്ട് വീഡിയോ എടുക്കും. അപ്പം അവിടെ എങ്ങനെയാണ് ഈ ദാൻ യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം.